നമസ്കാരം. രാവിലെ തന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇന്നത്തെ വാർത്ത എന്നെല്ലാം അറിയാൻ വേണ്ടി TV തുറക്കുന്നു, ന്യൂസ് ചാനൽ വെക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസിൽ ഉൾപ്പെടെ ടോപ്പ് 10 ന്യൂസിൽ 9 CPM SFI നേതാക്കന്മാരുടെ പേക്കൂത്ത് വാർത്തകളാണ് കാണാനായത്. പാർട്ടിയെ തൊട്ടുകളിച്ചാൽ കളി മാറും, ആളെ തല്ലിയും കൊന്നുമുതുക്കാൻ കെൽപ്പുള്ളവരാണ് തങ്ങൾ എന്നും SFI നേതാവിന്റെ ഭീഷണി സന്ദേശം മുതൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ദളിത് യുവതിയെ നടുറോട്ടിലിട്ട് അടിവയറ്റിലടക്കം ചവിട്ടി ആക്രമിക്കുന്ന CPM നേതാവിന്റെ വാർത്തയടക്കം PSC അംഗത്വ വിവാദത്തിൽ സഖാക്കന്മാരുടെ യാതൊരു കഴമ്പുമില്ലാത്ത വിശദീകരണങ്ങൾ ഉൾപ്പെടെ ആകാശ് തില്ലങ്കേരിയുടെ MVDയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള യാത്ര, അങ്ങനെ CPM SFI നേതാക്കന്മാരുടെ വാർത്തകളാണ് നിറഞ്ഞു കാണാൻ സാധിച്ചത്. എനിക്ക് മനസ്സിലാകാത്തതാ, ഇതൊന്നും ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ലേ എന്നാണ്. SFI CPM നേതാക്കന്മാരുടെ പേക്കൂത്ത് അത് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അതിനെ വിമർശിക്കുമ്പോഴും ഒക്കെ അതിനെതിരെ വീണ്ടും ഈ നേതാക്കന്മാർ ഭീഷണിയായും അല്ലാതെയും ഒക്കെ രംഗത്തേക്ക് വരുന്നതല്ലാതെ ഇവർ ചെയ്യുന്ന തെറ്റ് തിരുത്താൻ ഒരാളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചോദിക്കുകയും പറയുകയും ചെയ്യേണ്ടുന്ന പോലീസ് ഏമാന്മാർ പോലും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് പ്രത്യേകം പറയേണ്ട സാഹചര്യമില്ല, പല കാര്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴയിൽ നടുറോട്ടിൽ വെച്ച് ദളിത് യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ, അതും CPM നേതാവ് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ തെളിവടക്കം പുറത്തു വന്നിട്ട് പോലും യാതൊരു നടപടിയും എടുക്കാതെ തുടരുകയാണ് പോലീസ്. ചേർത്തല പൂച്ചക്കൽ തൈക്കാട്ടുശ്ശേരിയിലാണ് ഈ ക്രൂര സംഭവം നടക്കുന്നത്. അങ്ങനെ അത് നിരവധി പേർ കണ്ടു നിൽക്കുന്നുമുണ്ട്. തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ 19 വയസ്സുകാരിയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന CPM പ്രവർത്തകൻ യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നു. മർദ്ദനത്തിന്റെ ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവതി ഇപ്പോൾ ആശുപത്രിയിലാണ്. CPM പ്രവർത്തകനായ ഷൈജുവും സഹോദരനും ചേർന്ന് മർദ്ദിച്ചെന്ന യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിലൊരു നടപടിയെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഷൈജുവിനെതിരെ യുവതി നേരത്തെ പോലീസിൽ പരാതി നൽകിയതിനുള്ള വൈരാഗ്യമായിട്ടാണ് ഈ യുവതിയെ നടുറോട്ടിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കാൻ CPM നേതാക്കന്മാർ മുതിർന്നത്. തൈക്കാട്ടുശ്ശേരി മണിയാദ്രിക്കൽ ജംഗ്ഷനിൽ താമസിക്കുന്ന യുവതിയുടെ ഇളയ സഹോദരൻ 2 പേരെ ഷൈജു നേരത്തെ മർദ്ദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനെതിരെ യുവതി രാവിലെ പൂച്ചക്കൽ സ്റ്റേഷനിൽ പരാതി നൽകി. ഈ പരാതി നൽകിയതിനുള്ള വൈരാഗ്യം മൂലം യുവതിയെ ഷൈജു വൈകിട്ട് നടുറോട്ടിൽ ക്രൂരമായി മർദ്ദിച്ചു. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാതെ മെല്ലെപ്പോക്ക് തുടരുകയാണെന്ന് ഈ പരാതിക്കാരി ദയനീയമായി പറയേണ്ടി വരികയാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെയൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലെ പോലീസുകാർക്ക് സാധിക്കില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ ശമ്പളം വാങ്ങി ആ പോലീസ് അങ്ങനെ തുടരുന്നത് എന്നതാണ് ചോദ്യം. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടുന്ന പോലീസ് പാർട്ടി നോക്കിയാണ് നടപടിയെടുക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ജനങ്ങളുടെ ഒരു പ്രതിനിധിയായി കാണുന്ന ഈ പോലീസുകാർ പ്രവർത്തിക്കുന്നത് എന്നത് ചോദ്യമാണ്. CPM പ്രവർത്തകർക്ക് മാത്രം വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ പാർട്ടി അവർക്ക് വേണ്ടിയുള്ള ശമ്പളം കൊടുക്കുക, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് ഫണ്ടെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലീസുകാർ ഈ നാട്ടിൽ നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. CPM നേതാക്കളെക്കാൾ വലിയ അപ്പുറത്താണ് പാർട്ടിയുടെ കുട്ടിപ്പട്ട അതായത് SFI പ്രവർത്തകരുടെ അവസ്ഥ എന്നതും പറയേണ്ടിയിരിക്കുന്നു. അക്രമ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങളെ പേടിപ്പിച്ചു നിർത്താമെന്ന് കരുതുന്ന ഒരുതരം കൂട്ടരാണ് ഇവർ. ഭരണ തലപ്പത്തുള്ളത് തങ്ങളുടെ പാർട്ടിയുടെ തന്നെ ഭാവിയാണ് തങ്ങൾ എന്നുമുള്ള അഹങ്കാരം കൊണ്ട് എന്ത് നിറകേടും തോന്നിവാസവും ചെയ്യാനുള്ള ലൈസൻസായി കാണുകയാണ് SFI പ്രവർത്തകർ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കയ്യാങ്കളിയും വധഭീഷണിയുമാണ് ഇപ്പോൾ SFIയുടെ മുതൽക്കൂട്ട. വേണ്ടി വന്നാൽ അക്കൂട്ടർ അതിനെ മടിക്കില്ല എന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണമടക്കം നിരവധി ഉദാഹരണങ്ങൾ അതിന് വേറെയുണ്ട്. എന്നാലും നിലവിലത്തെ രീതിയിൽ സംഘടനയുടെ പോക്ക് തുടരുകയാണെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ SFI നിരോധിക്കപ്പെടുമെന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നിട്ട് പോലും ഈ SFI പ്രവർത്തകർക്കോ CPM നേതാക്കന്മാർക്കോ യാതൊരു മാറ്റവുമില്ല. അവർ അതേ അക്രമ രാഷ്ട്രീയം തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ നാട്ടിൽ നീതിയും ന്യായവും കോടതിയും എന്നൊക്കെ ചോദിച്ചു പോകുകയാണ്, എന്നൊക്കെ സംശയം വന്നു പോവുകയാണ്. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അവിടെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്. ആ തെറ്റ് ചെയ്തവൻ വീണ്ടും വാഴ്ത്തപ്പെടുന്നു, അവനെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ഭരണവർഗം അടക്കം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നാണക്കേട് തോന്നുന്ന ഒരു സാഹചര്യമാണ്.